എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു DIY വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ദീപാവലിയൊക്കെ അല്ലേ വരുന്നത്. അപ്പം ദീപാവലിക്ക് നമ്മളെ വീട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ക്യാൻഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു 4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഗ്ലാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബൗൾസ് ഉപയോഗിക്കാം. നമ്മുടെ കുഞ്ഞ് ഈ സ്റ്റീൽ ബൗൾസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ്സുകളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിന് കുറച്ച് വെള്ളം വേണം. പിന്നെ വേണ്ടത് തിരിയാണ്. തിരി നമുക്ക് നമ്മൾ വിളക്ക് കത്തിക്കാൻ എടുക്കുന്ന തിരികളില്ലേ, ആ തിരി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നല്ല വണ്ണമുള്ള നൂല് ചേർത്തിട്ട് തിരി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടൺ വെച്ചിട്ട് നമുക്ക് കുറച്ച് കോട്ടൺ എടുത്തിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൈ കൊണ്ട് തിരിച്ച് തിരി ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നമ്മളെ ഇതുപോലെ ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച വെള്ളത്തിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിപ്പം ഞാൻ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഫുഡ് കളറൊന്നും തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ വാട്ടർ കളർ ഉണ്ടാവില്ലേ, അതുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഇനി ആക്രിലിക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ ഒരു തുള്ളി അത് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അത് ഒന്ന് കളർ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് തിരി കോർത്തിടാൻ പ്ലാസ്റ്റിക് വേണം. ഞാനിത് ഗ്ലാസ് പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തത്. ഇതിപ്പം കുറച്ച് കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റാണിത്. ഇതുപോലെ ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ മിഠായിയുടെയൊക്കെ അടപ്പുണ്ടാവുമല്ലോ, മിഠായി ബോക്സിൻ്റെ ഒക്കെ അടപ്പൊക്കെ, അതൊക്കെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അല്ല, ഈ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അടിഭാഗമൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മളെ ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് സെൻറ്ററിലായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് തിരി അതിൽ കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിന് നടുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മാർക്ക് ചെയ്തെടുത്ത് ഒരു നീഡിൽ വെച്ചിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു ആണി വെച്ചിട്ട് ഞാനത് ആ ഹോൾ ഒന്നുകൂടെ വലുതാക്കുകയാണ്. വല്ലാതെ വലുപ്പം കൂട്ടാൻ പാടില്ല. നമ്മൾ തിരി അതിൽ കൂടെ ഇട്ട് കഴിയുമ്പം തിരി നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കണ വിധത്തിലായിരിക്കണം ഹോള്, അല്ലാതെ വലിയ ഹോൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ തിരി നമുക്ക് ഈ പ്ലാസ്റ്റിക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഹോളിട്ടില്ലേ, അത് കൂടെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വലിച്ചെടുക്കാം. ഇങ്ങനെ ഈ ഒരു പാകത്തിലാക്കിയെടുക്കണം. തിരി അങ്ങോട്ട് താഴേക്ക് വീണ് പോകരുത്, നല്ല ടൈറ്റായിട്ട് നിൽക്കണം. അതേ വലുപ്പത്തിലുള്ള ഹോൾ ഉണ്ടാക്കിയാൽ മതി. പിന്നെ കൂടുതൽ വരുന്ന തിരി അടിഭാഗത്തുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം, എത്ര അധികം വേണ്ട. അപ്പം നമ്മൾ തിരി ഞാനിതിലിട്ട് കൊടുത്തു. അപ്പോൾ തിരി ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ഏത് ഓയിലായാലും മതി. നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയോ എണ്ണയോ എന്ത് ഓയിലായാലും മതി. ഇത് വെള്ളത്തിലേക്ക് നമ്മൾ ഈ തിരി വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഈ തിരിയുടെ അറ്റം നമ്മൾ കുറച്ച് എണ്ണ വെച്ചിട്ട് ഒന്ന് നനച്ചും കൊടുക്കണേ. നമുക്ക് തിരി തെളിയിക്കാം. അപ്പോൾ നമ്മളെ ഒരു ക്യാൻഡിൽ ഇവിടെ കത്തിക്കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു ക്യാൻഡിൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിതാ നമ്മളെ തെച്ചിപ്പൂവില്ലേ, ആ പൂവാണ് ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം വീണ്ടും ചെയ്യാം. അതുപോലെ ഞാൻ അതുപോലെ പ്ലാസ്റ്റിക് റൗണ്ടിൽ കട്ട് ചെയ്ത് എന്നിട്ട് തിരി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം 2 ക്യാൻഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമ്മൾ മൂന്നാമത്തെ ചെയ്യണേ.
ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് റെഡ് ഗ്ലിറ്റർ പൗഡർ ഇടുന്നുണ്ട്. ഞാനിതിൽ ഗ്രീൻ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. നാലാമത്തെ ഗ്ലാസ്സിലേക്ക് നമ്മൾ തിരി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. തിരി വയ്ക്കുന്നതിന് മുന്നേ ഓയിൽ ഒഴിക്കണം. ഓയിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഓയിൽ മതിയാവും. കൂടുതൽ ഓയിലൊന്നും ഒഴിക്കരുത്. അപ്പോൾ ആ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നാലാമത്തത് ഇതാ ഞാനിവിടെ തെളിയിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നല്ല അതിസുന്ദരമായിട്ടുള്ള 4 വാട്ടർ ക്യാൻഡിൽസ് ഞാനിവിടെ തെളിയിച്ച് വെച്ചിരിക്കുകയാണ്. ദീപാവലിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളെ വീട്ടിൽ അതിഥികളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഡിന്നറിന് നമ്മളെ ടേബിൾ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്യാൻഡിൽസ് കത്തിച്ച് വെക്കാവുന്നതാണ്. ഇതിൽ സുന്ദരമാക്കാം. നമുക്കിതിൽ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള പെബിൾസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് അതിമനോഹരമാക്കാൻ പറ്റും. പിന്നെ അതുപോലെ എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അത് കൂടെ ക്ലിക്ക് ചെയ്ത് അതിനകത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.